ചങ്ങായിമാരെ നമ്മളെ ട്രംപ് ഈ യുദ്ധം നിർത്താൻ വേണ്ടി ഏറെക്കുറെ തീരുമാനിച്ചേട്ടാ. 4 ദിവസം കൊണ്ട്, വെറും 4 ദിവസം കൊണ്ട് ഇറാനെ തീർത്തിട്ട് ഈ യുദ്ധം നിർത്തുന്നത് തള്ളിയ ട്രംപ് ആ ട്രംപ് ഇപ്പൊ പെട്ടിട്ടാ ഉള്ളത്. കാരണം ഇറാൻ അമ്മാതിരി തിരിച്ചടിയാണ് കൊടുക്കുന്നത്. ആ തിരിച്ചടിയിൽ ഇപ്പൊ ട്രംപിനും നെതന്യാഹുണ്ടല്ല, ഇവർ രണ്ടാളും തീർന്നു പോകുന്നു. ഇവർക്ക് രണ്ടാൾക്ക് പേടിയുണ്ട്. പക്ഷെ നമ്മളെ ട്രംപ് ശരിക്കും പെട്ടുപോയത് എവിടെയാണെന്നറിയാം? ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള ബ്രിട്ടന്റെ സൈനിക കേന്ദ്രമില്ലേ, ആ സൈനിക കേന്ദ്രം ഇറാൻ അടിച്ചങ്ങ് പൊളിച്ചു കൊടുത്ത്. അത് വേറൊന്നും കൊണ്ടല്ലട്ടാ, അവിടെ ബ്രിട്ടനല്ല അമേരിക്കക്ക് ഇറാനെ ആക്രമിക്കാൻ വേണ്ടി സഹായം ചെയ്തു കൊടുത്ത്. അതറിഞ്ഞ് ഇറാനുണ്ടല്ല വേറൊന്നും നോക്കിയില്ല, ഒരൊറ്റ മിസൈല് അതങ്ങ് തവിട് പൊടി. അതോടുകൂടി നമ്മളെ ട്രംപണ്ണ പേടിച്ച്. ട്രംപണ്ണ എന്തുകൊണ്ടാ പേടിച്ചത്? അത്രയും ദൂരത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്താൻ വേണ്ടി ഇറാന്റെ മിസൈലിന് കഴിയുന്ന അറിഞ്ഞപാട് ട്രംപണ്ണ പേടിച്ച്. അങ്ങനെയാണെങ്കിൽ മിസൈൽ അമേരിക്കയിലേക്ക് ട്രംപിന്റെ അടുത്തേക്ക് വിടാൻ വേണ്ടിയിട്ടും ഇറാന് കഴിയുമെന്ന് നമ്മളെ ട്രംപണ്ണ ഇപ്പൊ ഏറെക്കുറെ മനസ്സിലാക്കി. ആ പേടി കൊണ്ടാണ് നമ്മളെ ട്രംപണ്ണ ഇനി നമുക്ക് എന്തായാലും യുദ്ധം നിർത്താം, അതൊക്കെ നല്ല ഉറക്കം വരുന്നു, ഇറാനെ നമുക്ക് യുദ്ധം നിർത്താന്ന് ഇപ്പൊ ഡയലോഗ് അടിക്കുന്നത്. പക്ഷെ ഇറാൻ പറഞ്ഞു നോ 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 നോ, അതൊന്നും നടക്കൂല ട്രംപ, അതൊന്നും നടക്കൂല. തുടങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞിനി, നീ തുടങ്ങി കഴിഞ്ഞാല് നിർത്തുന്നത് ഇറാനായിരിക്കും അന്നേ പറഞ്ഞതാണ്. അങ്ങനെ നമ്മളെ ട്രംപണ്ണ വീണ്ടും വിട്ട്. പക്ഷെ ഇതിന്റെ എല്ലാം കോമഡി അവിടെയല്ല. നമ്മളെ കേരളത്തിലെ സംഖ്യകളും ക്രിസംഖ്യകളും എന്താ പറയുന്ന അറിയാം? നമ്മളെ ജി ഇല്ലേ, മൂത്ത ജി പറഞ്ഞിട്ടാണ് ട്രംപ് പേടിച്ചിട്ട് ഇപ്പൊ യുദ്ധം നിർത്തുന്നതെന്ന്. ട്രംപ് മാത്രമല്ല പേടിച്ചിട്ടുള്ളത്, ഇറാനും പേടിച്ചിട്ട് ഇവർ രണ്ടാളും കൂടി ഇപ്പൊ യുദ്ധം നിർത്തുന്നത് നമ്മളെ മൂത്ത ജി പറഞ്ഞിട്ടാണെന്നാണ് നമ്മളെ സംഖ്യകളും ക്രിസംഖ്യകളും പഠിച്ചു വിടുന്നത്. മുന്നേ നമ്മളെ ട്രംപ് തള്ളിയില്ലേ ഇന്ത്യയും പാകിസ്ഥാന്റെ യുദ്ധം നിർത്തിച്ചത് ഞാനാണെന്ന്, അതേ തള്ളാന്ന് നമ്മളെ കേരളത്തിലെ സംഖ്യകളും ക്രിസംഖ്യകളും ഇപ്പൊ തള്ളുന്നത് നമ്മളെ മൂത്ത ജി പറഞ്ഞിട്ടാണ് യുദ്ധം നിൽക്കുന്നതെന്ന്. ഞാനീ പറഞ്ഞത് വെറുതെയല്ല, അതിന്റെ ഒരു വീഡിയോ, ഒരു സംഖ്യണി തള്ളുന്ന എമ്മാതിരി തള്ളു, ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്കും വിശ്വാസമാവും എമ്മാതിരി തള്ള ഇവര് തള്ളുന്നതെന്ന്. യുദ്ധം അവസാനിക്കുകയാണ്. മധ്യസ്ഥനായി ഒടുവിലെത്തുന്നത് ശ്രീ നരേന്ദ്രമോദിയും. ലോകം മുഴുവൻ നരേന്ദ്രമോദി എന്ന നേതാവിനെ നോക്കി ചോദിക്കുകയാണ്, മോദി, ഈ യുദ്ധം നിർത്താനായി അങ്ങേക്ക് സാധിക്കുമോ? എന്തുകൊണ്ടാണ് ഇറാൻ ഇന്ത്യയുടെ കപ്പലുകൾ മാത്രം വെറുതെ വിടുന്നത്? അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വിരട്ടലുകൾക്കിടയിലും ഇന്ത്യ എങ്ങനെയാണ് ലോകത്തിന്റെ മധ്യസ്ഥനാകുന്നത്? ഇത്രയും വലിയ സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യയുടെ 2 ഓയിൽ ടാങ്കറുകൾക്ക് സുരക്ഷിതമായി കടന്നുപോകാൻ ഇറാൻ അനുമതി നൽകി. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കപ്പലുകളെ ആക്രമിക്കുന്ന ഇറാൻ ഇന്ത്യയുടെ കപ്പലുകൾ തൊട്ടില്ലെന്ന് മാത്രമല്ല, അവയ്ക്ക് അകമ്പടി നൽകുകയും ചെയ്തു. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഭാരതത്തിന്റെ നയതന്ത്ര വിജയം സിമ്പിളാണ്. മോദി സർക്കാർ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഉണ്ടാക്കിയെടുത്ത വിദേശ ബന്ധത്തിന്റെ കരുത്ത് മാത്രമാണിത്. ഇറാൻ അറിയാം തങ്ങൾക്ക് ലോകത്ത് വിശ്വസിക്കാവുന്ന ഏക സുഹൃത്ത് ഇന്ത്യയാണെന്ന്. റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നപ്പോഴും മോദി പറഞ്ഞത് ഒന്ന് മാത്രമേ ഉള്ളൂ, ഇത് യുദ്ധത്തിന്റെ യുഗമല്ല, ദിസ് ഇസ് നോട്ട് ആൻ എറ ഫോർ വാർ. അതേ നിലപാട് തന്നെയാണ് ഇന്ത്യ ഇപ്പോഴും തുടരുന്നത്. ഇസ്രയേലും ഇറാനും ഇടയിൽ ഒരു മധ്യസ്ഥനായി നിൽക്കാൻ ഇന്ന് ഭാരതത്തിന് കഴിയുന്നു. ലോകം ഒരു വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുമ്പോൾ ഇന്ത്യയുടെ ഓഹരി വിപണിയും സാമ്പത്തിക അടിത്തറയും തകരാതെ കാക്കേണ്ടത് മോദിയുടെ ഉത്തരവാദിത്തമാണ്. അതിനായി അദ്ദേഹം നടത്തുന്ന ഓരോ നീക്കവും അതീവ കൃത്യതയുള്ളതാണ്. റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങിയതുപോലെ ഈ പ്രതിസന്ധിയും ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി മോദിക്ക് കഴിയുമെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇറാന്റെ മിസൈലുകളും ട്രംപിന്റെ ഭീഷണികൾക്കും ഇടയിൽ സമാധാനത്തിന്റെ പാത തുറക്കാൻ നരേന്ദ്രമോദിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. എല്ലാരും കേട്ടല്ല നമ്മൾ ഈ സംഘിണി ചേച്ചി പറഞ്ഞത്, ഈ യുദ്ധം നിർത്താനുള്ള എല്ലാ സഹായ സഹകരണം ചെയ്തു കൊടുത്തത് നമ്മളെ മൂത്ത ജിയാണ് പോലും, നമ്മളെ മൂത്ത ജി. പക്ഷെ ഈ കാര്യം ഉണ്ടല്ലോ, നമ്മളെ മൂത്ത ജിയോ ഇറാനോ അമേരിക്കയോ ആരും അറിഞ്ഞില്ല. സംഘികളും മാത്രമേ ഈ സംഭവം അറിഞ്ഞിട്ടുള്ളൂ. ഇവരിങ്ങനെയുണ്ടല്ലോ, കുറെ സംഘി ചാനലുണ്ട്, കയ്യിൽ നിന്ന് ഇങ്ങനെ ഇടും, എമ്മാതിരി ഇടല്, കുറച്ചിട്ടുണ്ട്, അമ്മാതിരി ഇടാണ് ഇവർ ഇടുക. ഇത് സത്യത്തിലുണ്ടല്ല, ഈ വാർത്തയെങ്ങാനും നമ്മളെ മൂത്തജീന്റെ കാതിൽ എത്തിയിട്ടുണ്ടെങ്കിൽ മൂത്തജി എന്താ പറയാന്നറിയാം? നമ്മളെ സുരാജ് വെഞ്ഞാറോട് ഡയലോഗ് ഇല്ല, ആര് ഞാനാ ഓടാ, ആ ഡയലോഗായിരിക്കും നമ്മളെ മൂത്തജി പറയാ. പിന്നെ നമ്മളെ സംഘിണി ചേച്ചി വേറൊരു മനോഹരമായ തള്ളും കൂടി തള്ളി. ഇറാനുള്ള ഇന്ത്യയുടെ കപ്പലുകൾക്ക് ഹോർമസ് തുറമുഖം വഴി പോകാനുള്ള അനുമതി കൊടുത്തത് അത് മൂത്തജിയുടെ വിജയമാണെന്ന്. എന്റെ സംഘിണി ചേച്ചി, അതൊക്കെയുണ്ടല്ല മൂത്തജീന്റെ വിജയമല്ല, അതൊക്കെ നമ്മുടെ ഇന്ത്യയുടെ പണ്ടേയുള്ള വിജയമാണ്. അതൊക്കെയുണ്ടല്ല നെഹ്റുവും ഇന്ദിരാഗാന്ധിയൊക്കെ ഭരിച്ചിരുന്നില്ലേ, അന്ന് ഇന്ത്യ ഉണ്ടാക്കിയ വിജയമാണ് ഇപ്പൊ നിങ്ങൾ വിജയാന്ന് പറഞ്ഞിട്ട് തള്ളുന്നത്. അന്ന് ഉണ്ടാക്കിയ ആ ബന്ധത്തിന്റെ മുകളിലാണ് ഇപ്പോൾ ഇറാന് ഇന്ത്യയോട് ഇത്രയും സ്നേഹം. എല്ലാണ്ട് എന്റെ സംഘിണി ചേച്ചി തള്ളും പോലെ 10 കൊല്ലം കൊണ്ട് മൂത്തജി ഉണ്ടാക്കിയ ബന്ധത്തിന്റെ വിജയം എന്നല്ല ഇത് പണ്ടേയുള്ള ബന്ധത്തിന്റെ വിജയം ഇത്. പക്ഷെ അതൊന്നും ഉണ്ടല്ല, നിങ്ങൾ സംഘികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഒരിക്കലും കഴിയില്ല. അതിൽ നല്ലതുണ്ടല്ല ട്രംപിനെ പോയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് സംഘികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനെ കാട്ടി ഏറ്റവും നല്ലത്. ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മളെ ട്രംപുണ്ടല്ല യുദ്ധം നിർത്താൻ പോകുകയെന്ന് എനിക്ക് ഉറക്കം വരുന്നു പറഞ്ഞപ്പം നമ്മൾ ഇറാൻ ട്രംപിനെ കൊടുത്ത മറുപടി കേൾക്കണ്ടേ? ഇറാൻ പറഞ്ഞത്, ട്രംപേ നിനക്ക് ഭയങ്കര ചൊറിച്ചിലായിരുന്നല്ല, ഒരു 1.5 ചൊറിച്ചില്, നിന്റെ ചൊറിച്ചിൽ ഇപ്പൊ മാറിയ, അങ്ങനെ പെട്ടെന്ന് നിന്റെ ചൊറിച്ചിൽ മാറേണ്ടതാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. അതും പറഞ്ഞുകൊണ്ട് ഇറാനുണ്ടല്ല അമേരിക്കന്റെ സൈനിക താവളം ഇവിടെയൊക്കെ ഉണ്ടോ അതിനെയൊക്കെ ആക്രമിക്കുകയാണ്. എന്തായാലും നമുക്ക് ഇറാൻ ട്രംപിനോട് നിന്നെ അങ്ങനെ പെട്ടെന്നൊന്നും നമ്മൾ വിടില്ല എന്ന് പറഞ്ഞാൽ ആ വാർത്തയും കൂടി ഒന്ന് കേട്ടിട്ട് വന്നാലോ?
ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കങ്ങൾ നോക്കുകയാണെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ അവർ ഒരുക്കമല്ല എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ സാഹചര്യം നോക്കുകയാണെങ്കിൽ IRGC അവരുടെ 77ാം ഘട്ട ആക്രമണങ്ങൾ ആരംഭിച്ചതായിട്ടുള്ള പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് പശ്ചിമേഷ്യയിലുള്ള ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും 55 കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയാണ് പുതിയ ആക്രമണമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അവരുടെ പരമോന്നത നേതാവ് മുജിതബ ഖമനയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഇത്തരത്തിൽ IRGC പുതിയ ഘട്ട ആക്രമണങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് എന്നതും നിർണായകമാണ്. ഖമനൈ പറഞ്ഞത് ശത്രുക്കൾക്ക് ഒരു നല്ല വർഷമല്ല വരാനിരിക്കുന്നത് എന്നാണ് മുജിതബ ഖമനൈ പറഞ്ഞത്. ഇപ്പോൾ നിലവിൽ അവരെ നല്ല രീതിയിൽ ഇറാന് പ്രതിരോധിക്കാൻ സാധിക്കുന്നുണ്ട്. മുതിർന്ന നേതാക്കളെ ചിലരെ കൊലപ്പെടുത്തിയത് കൊണ്ട് മാത്രം ജനങ്ങളെ ഭയപ്പെടുത്താൻ സാധിക്കില്ല എന്ന് അമേരിക്കയും ഇസ്രായേലും മനസ്സിലാക്കണമെന്ന് മുജിതബ ഖമനൈ പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല ഇറാന്റെ ചില സൗഹൃദ രാഷ്ട്രങ്ങളായിട്ടുള്ള ഒമാനിലും തുർക്കിയിലും ഇസ്രായേൽ ചില വ്യാജ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിന് പിന്നിൽ ഇറാൻ അല്ല എന്ന് മുജിതബ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു നീക്കം നടന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബ്രിട്ടന്റെ ഭാഗത്ത് നിന്നാണ്. ബ്രിട്ടൻ ആദ്യഘട്ടത്തിൽ തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ US-ന് യുദ്ധ ആവശ്യങ്ങൾക്കായി വിട്ടുകൊടുത്തിരുന്നില്ല. എന്നാൽ ഇത് തെറ്റിദ്ധരിക്കപ്പെട്ട് സൈപ്രസ് ദ്വീപിൽ ഉൾപ്പെടെ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ നിലവിൽ ബ്രിട്ടൻ ഇത്തരം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ബ്രിട്ടന്റെ സൈനിക കേന്ദ്രങ്ങൾ US-ന് സൈനിക ആവശ്യങ്ങൾക്കായി അവർ വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ സൈപ്രസ് ദ്വീപിലെ കേന്ദ്രം ഉൾപ്പെടെ ഇനി US-ന്റെ ഒരു കൺട്രോളിൽ വരും. US-ഉം ഇതുവഴി സൈനിക നീക്കം നടത്താനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇറാന് വലിയൊരു ഭീഷണി കൂടിയാണ്. സൈപ്രസ് ദ്വീപ് വഴിയുള്ള ആക്രമണം, അതുപോലെ മേഖലകളിലുള്ള മറ്റ് കേന്ദ്രങ്ങൾ വഴി US സൈനിക നീക്കം നടത്തുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇറാന് വലിയൊരു വെല്ലുവിളിയാണ്. ഇപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചിയുടെ വാക്കുകൾ പ്രസക്തമായിട്ടുള്ളത്. അദ്ദേഹം നിലവിൽ ഒരു ഭീഷണി കലർന്ന സ്വരത്തിലാണ് തന്റെ പരാമർശം നടത്തിയിട്ടുള്ളത്. അതായത് ബ്രിട്ടനിലെ ഭൂരിഭാഗം ജനങ്ങളും യുദ്ധം ആഗ്രഹിക്കുന്നില്ല. US-ഉം ഇസ്രായേലും നടത്തുന്ന ആക്രമണങ്ങൾക്ക് ആ ജനങ്ങൾ എതിരാണ്. എന്നാൽ പ്രധാനമന്ത്രി കീർ സ്റ്റിയർമർ തന്റെ ഇത്തരം ഒരു നീക്കത്തിലൂടെ അവിടെയുള്ള ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുകയാണ് ചെയ്യുന്നതെന്നും അബ്ബാസ് അറക്ചി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അമേരിക്ക അദ്ദേഹം ഒന്ന് പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. ട്രംപ് നിരന്തരം അവകാശപ്പെടുന്നത് തങ്ങൾക്ക് ഇറാന്റെ മിസൈൽ സംവിധാനങ്ങളും അതുപോലെ തന്നെ നാവിക സംവിധാനങ്ങളും തകർക്കാൻ സാധിച്ചു എന്നാണ്. അങ്ങനെ സാധിച്ചെങ്കിൽ US-ന്റെ F-35 വിമാനം അത് എങ്ങനെയാണ് ഇറാൻ നശിപ്പിച്ചതെന്ന് അബ്ബാസ് അറക്ചി ചോദിക്കുന്നു. അതുപോലെ ഇറാന്റെ ആക്രമണങ്ങൾ കാരണം US-ന്റെ വിമാനവാഹിനി കപ്പലായിട്ടുള്ള എബ്രഹാം ലിങ്കൺ അത് പിന്നോട്ട് അവർക്ക് നിലവിൽ ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്നും കുറച്ച് പിന്നിലോട്ട് പിൻവലിക്കേണ്ടി വന്നു. അപ്പോൾ ഇതെല്ലാം ഇറാൻ ഇപ്പോഴും സുശക്തമാണ് എന്നതിന്റെ സൂചനകളാണ് നൽകുന്നതെന്നും അറക്ചി വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാരും കേട്ടല്ല, അമേരിക്ക യുദ്ധം നിർത്തി എന്ന് പറയുമ്പം ഇറാൻ പറഞ്ഞു ഏത് യുദ്ധം, ആര്, നമ്മൾ നിർത്തിയിട്ടൊന്നുമില്ല, നമ്മൾ തുടരുകയാണെന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി കുറെ സംഘങ്ങളും പറയും ഇവനെ കണ്ട ഇവന് യുദ്ധം നിർത്താത്തോണ്ട് എന്തൊരു സന്തോഷം, ഇവൻ എന്ത് മനുഷ്യനാണെന്ന്. ഞാനൊരു കാര്യം പറട്ടെ, ട്രംപ് വന്നിട്ട് പറയുന്നത് ഞാൻ യുദ്ധം നിർത്തിയെന്ന് ആരെങ്കിലും ബുദ്ധി വിവരമുള്ള ആരെങ്കിലും ട്രംപ് പറഞ്ഞത് വിശ്വസിക്കുക? ട്രംപ് പറഞ്ഞത് മാത്രമല്ല നെതന്യാഹു പറഞ്ഞത് ആരെങ്കിലും വിശ്വസിക്കുക? ഈ രണ്ടാളും വായി എടുത്തെങ്കിൽ പച്ചക്കള്ളം മാത്രമല്ലേ പറയുള്ളൂ. അത് കൃത്യമായിട്ട് അറിയുന്നത് ഇറാനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഈ യുദ്ധം നിർത്താത്തത്. കാരണം ഇവന്മാരല്ല ചതിക്കും, പിന്നിന്ന് ചതിക്കുന്ന ടീമാണെന്ന് ഇറാൻ അറിയാം. അതിന്റെ ഏറ്റവും വലിയ തെളിവില്ല ചർച്ച നടക്കുന്ന സമയത്ത് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമീനെ ഇവര് കൊന്നത് അത് നേരായ മാർഗത്തിലൂടെ ഒന്നല്ല, ചതിച്ചിട്ടില്ലേ അവരത് ചെയ്തത്. അങ്ങനത്തെ വൃത്തികെട്ട ഉടായ്പ കാണിക്കുന്ന ഇവർ രണ്ടാളും യുദ്ധം നിർത്തുന്ന പറയുമ്പോൾ ഇറാൻ അങ്ങ് വിശ്വസിക്കണല്ലേ? അത് നടക്കൂല. അതുകൊണ്ട് ട്രംപ് വന്നിട്ട് യുദ്ധം നിർത്തിയെന്നങ്ങ് തള്ളുമ്പം അതൊക്കെ വിശ്വസിക്കാൻ വേണ്ടി എന്റെ തലയിൽ ചാണകമല്ല സംഘികളെ. അതുകൊണ്ടാണ് ട്രംപ് ഈ തള്ളിലുണ്ടല്ല, ആ തള്ളിൽ ഞാൻ സന്തോഷിക്കാത്തത്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മളെ സംഗിണി ചേച്ചിന്റെ തള്ളാണ്. മൂത്തജിയാണ് ഈ യുദ്ധം നിർത്താനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആ തള്ളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഒന്നൊന്നര തള്ളു തള്ളിയ സംഗിണി ചേച്ചിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.